ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1407 ദിവസമായി ഇന്ന് 2025 മാർച്ച് മാസം 22 ശനിയാഴ്ച. 1200 ആണ്ട് മീനമാസം 8 ഗുരുവചനങ്ങളിലൂടെ അന്യരെ ബോധ്യപ്പെടുത്താൻ ശുചിത്വം കാണിച്ചാൽ പോരാ, വീട്ടിലും ശുചിത്വം വേണം, അടുക്കളയിൽ നിന്നും തുടങ്ങണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ 6ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അന്തരംഗം വളർന്ന് യോഗി ആത്മരതിയിൽ അധികം വശീകൃതനായി തീർന്നപ്പോൾ എല്ലാ തരത്തിലുമുള്ള മനുഷ്യ സഹവാസവും കുറേ കാലത്തേക്ക് അസഹ്യമായി തീർന്നു. ഗുരുവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ചിലപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കാഴ്ച ബംഗ്ലാവിലെ ഒരു വിചിത്ര ജന്തുവിനെ കാണുന്ന രീതിയിൽ തുറിച്ചു നോക്കാറുണ്ടായിരുന്നു. അത് കാണുമ്പോഴെല്ലാം ഗുരു വേഗത്തിൽ എണീറ്റ് ബഹുദൂരം പോയി കുന്നിൻ മുകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു പാറക്കൂട്ടത്തിൽ ഋജുകായനായി ആസനം ബന്ധിച്ച് ദൂരദർശന ദൃശ്യങ്ങളായ പർവ്വതനിരകളുടെ അവ്യക്ത സീമയെ നോക്കി അധിക നേരം ഇരിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ ലോകവ്യവഹാരങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയ ആ ധ്യാനശീലൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ കൽപ്പനാവിഹീനമായി തീർന്നു. സൂക്ഷ്മതയുടെ അന്തരാളങ്ങളിലേക്ക് ബാഹ്യവലംബങ്ങളെല്ലാം വെടിഞ്ഞ് പറന്നുയരുന്ന അനുഭൂതിഗ്രസ്തമായ അന്തരംഗത്തെ ദീർഘനേരം താങ്ങിക്കൊണ്ടു നിൽക്കാൻ എത്ര ബലശാലിയായാലും അപാരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ തപസ്വിയുടെ മനസ്സിൽ കുതിച്ചു പാഞ്ഞ് ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്ന നെയ്യാറിനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഊക്കോടുകൂടി ഒഴുകിയിരുന്ന വികാര നിർദ്ധരിയോട് ഉപമിക്കാമായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തിൽ കടന്നുപോയ ദുർജയങ്ങളായ പരീക്ഷണങ്ങൾ ആർക്കും വിവരിക്കാവുന്നതല്ല. കണ്ടാൽ തോന്നും അവിടുന്ന് മദ്യപിച്ചിരിക്കുകയാണെന്ന്. ജ്ഞാനചന്ദിയുടെ ഉജ്ജ്വലനാളങ്ങൾ ഉള്ളിൽ ജ്വലിച്ചുയർന്ന് മൗനപ്പൂന്തിങ്കളെപ്പോലെ നിശബ്ദച്ഛവയിൽ മുഴുകിയിരുന്ന അന്തരംഗം ഉരുകിയൊഴുകിയ അമൃതധാര ഒരു ദിവ്യഗീതകത്തിൻ്റെ സാന്ദ്രനാദമായി തൻ്റെ ചിദംബര ചക്രവാളത്തിൽ അലതല്ലുവാൻ തുടങ്ങി. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.